കൊന്നത്തടി കൊമ്പടിഞ്ഞാലിൽ ഒരു കുടുംബത്തിലെ 4 പേർ വീടിന് തീപിടിച്ച് മരിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് കൊന്നത്തടി പഞ്ചായത്തിൽ ജനകീയ സമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നത്. പഞ്ചായത്ത് പരിധിയിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നപ്പോൾ വാഹനങ്ങളും കാര്യമായി നിരത്തിലിറങ്ങിയില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. കൊന്നത്തടി കൊമ്പടിഞ്ഞാലിൽ 4 കുടുംബം തീപിടുത്തത്തിൽ മരിച്ച സംഭവമുണ്ടായി 9 മാസം പിന്നിടുമ്പോഴും അന്വേഷണം എങ്ങും എത്തിയില്ലെന്നാണ് ജനകീയ സമിതിയുടെ ആരോപണം. കഴിഞ്ഞ മെയ് 9-നാണ് തെല്ലിപ്പടവിൽ പരേതനായ അനീഷിന്റെ ഭാര്യ ശുഭ, മക്കളായ അഭിനന്ദ്, അഭിനവ്, ശുഭയുടെ മാതാവ് പൊന്നമ്മ എന്നിവരെ വീടിനുള്ളിൽ വെന്തു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 4 കുടുംബം വീടിന് തീപിടിച്ച് മരിച്ച സംഭവത്തിൽ നിഗൂഢതകൾ ഏറെയുണ്ടായിട്ടും ഈ നിഗൂഢത നീക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ലെന്നാണ് ജനകീയ സമിതിയുടെ ആക്ഷേപം. കൊമ്പടിഞ്ഞാലിലെ ഒരു കുടുംബത്തിലെ 4 പേരെ ദുരൂഹ സാഹചര്യത്തിൽ തീപ്പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിലെ അന്വേഷണം ത്വരിതഗതിയിൽ പുരോഗമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മരണപ്പെട്ട കുടുംബത്തിലെ 5 കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകൾക്ക് ആ ആത്മാക്കൾക്ക് നീതി ലഭിക്കണമെന്നുള്ളത് മാത്രമാണ് നമ്മുടെ ആവശ്യം. സംഭവത്തിൽ അന്വേഷണം ത്വരിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് ജനകീയ സമിതി ഇന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ നടന്ന ഹർത്താൽ ഏറെക്കുറെ പൂർണ്ണമായിരുന്നു. കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. പഞ്ചായത്ത് പരിധിയിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നപ്പോൾ വാഹനങ്ങളും കാര്യമായി നിരത്തിലിറങ്ങിയില്ല. NDAയുടെയും ശിവസേനയുടെയും പിന്തുണ ഹർത്താലിന് ലഭിച്ചു. നിരത്തിലിറങ്ങിയ വാഹനങ്ങൾ ഹർത്താൽ അനുകൂലികൾ തടഞ്ഞെങ്കിലും മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല. 4 പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തമുണ്ടായതെങ്ങനെ, ഒരു മൃതദേഹമൊഴികെ മറ്റു മൃതദേഹങ്ങൾ പൂർണ്ണമായി തന്നെ കത്തിച്ചാമ്പലായതെങ്ങനെ തുടങ്ങി വിവിധ സംശയങ്ങൾ ജനകീയ സമിതി മുമ്പോട്ട് വയ്ക്കുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി.